ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ 220 കട്ട് ഓഫ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ കട്ട് ഓഫ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് നമ്മൾ യൂസ് ചെയ്ത കോയിൽ പാഷൻ ബ്രോഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പുതിയൊരു കോയിൽ മാറ്റി വേറൊരു കോയിലൂടെ വെച്ച് നോക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോയിൽ നമ്മളൊന്ന് മാറ്റി വെച്ച് നോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു സ്വിച്ച് കൂടി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഡയറക്റ്റ് കണക്ഷൻ ആയിരുന്നു, എപ്പോഴും പ്ലഗിലേക്ക് കറണ്ട് വരുന്ന പോലെയായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് സ്വിച്ച് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കറണ്ട് വരുന്ന പോലെ അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം അപ്പോൾ നമുക്കിതിനാകെ ആവശ്യമുള്ളത് ഒരു കോയിൽ വേണം, പിന്നെ നമ്മളിതുപോലെ തന്നെ പ്ലഗ്, സ്വിച്ച്, പിന്നെ ഇത് നമ്മുടെ ഒരു വയർ, നമ്മൾ പ്ലഗിലേക്ക് പോകുന്ന ഈ ഇഗ്നിഷൻ വയർ നല്ലൊരു ലെങ്ത് ഉള്ള വയർ വേണം. ചെറുതാണെങ്കിൽ നമുക്കതിപ്പം കറക്റ്റ് ലെങ്ത് എത്തണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇച്ചിരി ലെങ്ത്ത് കൂടി ഒരു വയർ കൂടി വേണം. അപ്പോൾ നമ്മളിതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് പറയാം. ഏകദേശം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഇഗ്നിഷൻ വയർ നമ്മൾ കോയിലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് കയറ്റി, ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ പോലെയാണല്ലോ, നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടത് കറക്കിയാണ് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പൾസർ 220 തന്നെ ഒരു കോയിലാണ്. പിന്നെ നമുക്ക് ഈ സ്വിച്ച് സെറ്റ് ചെയ്യുന്നത്, അതിപ്പോൾ നമ്മൾ കോയിൽ വണ്ടിയിലേക്കൊന്ന് സെറ്റ് കഴിഞ്ഞിട്ട് സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയുടെ ചേസിൻ്റെ ഇവിടെയായിട്ടാണ് നമ്മൾ ഈ കോയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ചെറിയ വയർട്ടായി ആയതുകൊണ്ട് നമ്മൾ ഈ കോയിലിൻ്റെ ഈ ഭാഗം കൂട്ടിയാണ് ടൈറ്റ് ചെയ്ത്. ഇപ്പോൾ ഫുള്ളോടെ റൗണ്ടായിട്ട് വരാനുള്ള ഒരു നീളം ഈ വയർട്ടായിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗം വെച്ചാണ് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വയർ ടൈ യൂസ് ചെയ്ത് കെട്ടിയാൽ മതി. വേറെ നെറ്റ് ബോൾട്ടൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ തന്നെ നിന്നോളൂ. ഇത് വേറെ ഇളക്കൊന്നും തട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ കോയിലേക്കുള്ള കണക്ഷൻ ബാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് സ്വിച്ചാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് കൊടുക്കുന്നത് പോസിറ്റീവ് അല്ല, സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് നെഗറ്റീവാണ് കൊടുക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും പവർ സപ്ലൈ ഒക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് വയറൊക്കെ ചിലപ്പോൾ ചെറിയ ഹീറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ച് വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ചെറിയ മോഡൽ സ്വിച്ച് ആയതുകൊണ്ട് നമുക്ക് എർത്താണ് നമ്മളിപ്പം സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. എർത്തിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ വയർ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി നമ്മളൊരു പ്ലെയർ വല്ലതും വെച്ച് ഒന്ന് കറക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അടുത്ത കണക്ഷൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്നൊരു 10 ബോൾട്ടുണ്ട്. ആ ബോൾട്ടിൻ്റെ ഇടയ്ക്ക് കയറ്റി ഈ വയറിൻ്റെ കണക്ഷൻ കയറ്റി വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ സ്വിച്ചിൻ്റെ പരിപാടി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോസിറ്റീവ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പോസിറ്റീവിൻ്റെ കണക്ഷൻ. ഈ പോസിറ്റീവ് എന്നുള്ളൊരു ലൈൻ കറക്റ്റ് എടുത്തിട്ട് ഏകദേശം നമ്മൾ എർത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഈ പോസിറ്റീവിൽ നിന്ന് നമ്മുടെ സെപ്പറേറ്റ് വെച്ചേക്കുന്ന കോയിലിൻ്റെ ഈ കണക്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ത്രൂ ആയിട്ടൊരു വയർ നമ്മളെടുത്ത് കണക്ട് ചെയ്യാണ്. ഓക്കെ, പിന്നെ കുത്തുന്ന ഭാഗത്തൊരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി ഒന്ന് കറക്കി എടുത്ത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വയറിംഗ് കണക്ഷൻ എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്ലഗിലേക്ക് കറണ്ട് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിന് നമ്മൾ ആ ഈ പ്ലഗിൽ അഡാപ്റ്ററിലേക്ക് പ്ലഗ് വെച്ചിട്ട് വണ്ടിയുടെ ബോഡിയുടെ ഏതെങ്കിലും മെറ്റൽ ഭാഗത്ത് മുട്ടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഒന്ന് ഓണാക്കി ഓഫാക്കി നോക്കാം നമുക്ക് പ്ലഗിലേക്ക് കറണ്ട് വരുന്നുണ്ടാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് നമ്മൾ സ്വിച്ച് ഒന്ന് ഓണാക്കി ഓഫാക്കി നോക്കാൻ പോവാണ്. ഇപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ പ്ലഗിലേക്ക് കറണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പ്ലഗിനകത്തേക്ക് കറണ്ട് വരുന്നത്. സ്വിച്ച് ഓഫ് ആക്കാൻ നേരത്ത് കറണ്ട് ഓഫ് ആകുന്നുണ്ട്. പിന്നെ നമുക്ക് സൈലൻസറിലേക്ക് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സൈലൻസറിനുള്ളിലേക്ക് നമ്മുടെ പ്ലഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈലൻസറിലേക്ക് പ്ലഗ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന കട്ട് ഓഫ് ചെയ്തിരിക്കുന്ന വീഡിയോക്കകത്ത് നമ്മൾ സൈലൻസറിനകത്ത് എങ്ങനെയാണ് പ്ലഗ് സെറ്റ് ചെയ്യുന്നതെന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി. പിന്നെ നമ്മൾ നമ്മുടെ പ്ലഗിലേക്കുള്ള അഡാപ്റ്ററിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അഡാപ്റ്റർ നമ്മൾ പ്ലഗിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കേസ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കേസ് ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് നമ്മൾ സെപ്പറേറ്റ് ഒരു കോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോയിലിലേക്കുള്ള എർത്തിൻ്റെ കണക്ഷൻ്റെ അവിടെ നമ്മൾ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ പോസിറ്റീവിൻ്റെ കണക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അഡാപ്റ്ററിൻ്റെ ആ പ്ലഗിലേക്ക് പോകുന്ന വയർ നമ്മൾ വണ്ടിയുടെ ഈ ഏകദേശം ഫിൽറ്ററിൻ്റെ സൈഡിൽ കൂടി എടുത്ത് സിങ്ങാമിൻ്റെ സെൻറ്ററിൽ കൂടി എടുത്ത് നമ്മൾ നേരെ നമ്മുടെ പ്ലഗിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ പ്ലഗ് കൊടുത്തിരിക്കുന്ന സൈലൻസർ ഒരു ഹോൾ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഹോളാണെങ്കിൽ പ്ലഗ് നമുക്ക് പിരിച്ച് കയറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെൽഡ് ചെയ്ത് നമ്മുടെ പ്ലഗ് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഹോളായതുകൊണ്ട് നമുക്ക് പിരിച്ച് കയറ്റി വെച്ചപ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ പ്ലഗ് സൈലൻസറിനുള്ളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന സ്വിച്ച് ഇപ്പോൾ നമ്മൾ ഓഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലഗിലേക്ക് കറണ്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് നോർമൽ ആയുള്ള രീതിയിൽ വണ്ടി ഒന്ന് ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേനുള്ള സൗണ്ട് എങ്ങനെയാണ് നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് വ്യത്യാസം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളൊരു സൗണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കും. നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അധികം സൗണ്ട് കട്ട് ഓഫ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എസ്സിക്കകത്ത് ഒരു DB കില്ലർ നമ്മൾ തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഫയർ വരാത്തതും അതുപോലെ കട്ട് ഓഫിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് അങ്ങ് കിട്ടാത്തതും. അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഈ DB ഇല്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ഓഫിൻ്റെ സൗണ്ട് കറക്റ്റ് മനസ്സിലാകുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ DB കില്ലർ സെറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നുണ്ട്. അപ്പോൾ DB കില്ലർ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കയറി കാണുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾറെഡി കട്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യണമെന്ന് നമുക്ക് കുറേ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി ഒരു വീഡിയോ പിന്നെ നമ്മൾ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.